ഹായ് ഹലോ നമസ്കാരം. റാഷിദ അച്ചി, ഇതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. മറ്റൊന്നുമല്ല, ഇവർ ഒരുപാട് സൈബർ ബുള്ളി ഇപ്പോൾ അനുഭവിക്കുകയാണ്. നേരത്തെ സ്റ്റാമിന സേവ എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഈ പ്രോഡക്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ ഈ സ്റ്റാമിന സേവ എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ പേരിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഈ പ്രമേയ ഞരമ്പ് രോഗികളുടെ ശല്യം തന്നെയായിരുന്നു. ഇപ്പോൾ അവരെ ഈ ഒരു നെഗറ്റീവ് കാരണം അവരുടെ ബിസിനസ് തുടർന്ന് പോകുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അവരെ ഭയങ്കര മോശമായിട്ടാണ് ആൾക്കാർ ഇപ്പോൾ സൈബർ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റത്തില്ല. വളരെ കുഞ്ഞു കുട്ടികളും ഫാമിലിയായിട്ടൊക്കെ നിൽക്കുന്ന ആ വീഡിയോയിൽ അവരിപ്പം ഈ പറയുമാതിരി സ്റ്റാമിന സേവറുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഫുള്ള് ഡിലീറ്റ് ആക്കി. ഈ സൈബർ ബുള്ളിങ് കാരണം അവർ കേസ് കൊടുത്തിട്ട് നമ്മുടെ വ്യവസ്ഥിതി അറിയാലോ, അതൊന്നും ഇതാവുന്നില്ല. ഇവിടെ കണ്ട സൈഫു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു കമൻ്റാണ്, എൻ്റെ ഉമ്മയ്ക്ക് കുറച്ച് കൊടുക്കുന്നു, എൻ്റെ തന്തയുടെ സാധനം പൊങ്ങുമോ എന്ന് നോക്ക് മൈരേന്ന്. ഇവൻ്റെയൊക്കെ ഒരു ഇത് മനസ്സിലാവുമല്ലോ. അവരിപ്പം ഫാമിലി ആയിട്ട് ഇട്ടിരിക്കുന്ന ഫോട്ടോയുടെ കീഴിൽ വന്നതാണ്. പിന്നെ ഒരു നമ്മൾ സ്റ്റോപ്പാക്കി വെച്ച് എന്നൊക്കെ പറയുമ്പോൾ ഇവളുടെ തന്തയാണ് UAE ഷെയ്ഖ് എന്ന് തോന്നും. ഓഹ്, പകൽമാനിയൻ. മുഖം കണ്ടു കഴിഞ്ഞാൽ ഏതോ നല്ല കുടുംബത്തിലെയാണെന്നാണ് വിചാരം. പക്ഷേ ഇവൻ്റെയൊക്കെ ഇത് എന്ന് വെച്ചാൽ കമ്പിക്കഥ പറയാൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികളെ കിട്ടുവാണെങ്കിൽ അത് പറയുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഇത്. പിന്നെ നല്ല അധ്വാനിച്ച് ജീവിക്കാൻ നോക്കൂ, പുറമേ ഒരു എൻജോയ്മെൻറ്റിന് ടിക്ടോക്ക് ഉപയോഗിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊള്ളാം. മോളെ ആമിന സേവറിനെ കുറിച്ച് പറയൂ, അത് കേൾക്കുമ്പോൾ ഒരു മനസ്സുഖം. ഓ, അവൻ്റെ സുഖം. ഈ സ്റ്റാമിന സേവർ എന്ന് പറയുന്ന സാധനം ശരിക്കും കോഫി മിക്സാണ്, ഒരു കോഫി മിക്സാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന ഒരു ലൈംഗിക ഉത്തേജകത്തിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ജീവിക്കാൻ വേണ്ടി തുടങ്ങിയൊരു സംഭവമാണ്. ആ സ്ത്രീയെ ഇനി സോഷ്യൽ മീഡിയ പറയാനൊന്നുമില്ല. ഇൻസ്റ്റയിൽ ഇവർക്കെതിരെ മാത്രം നിന്ന് ഫേമസ് ആയ, അല്ലെങ്കിൽ ഇവരുടെ കണ്ടന്റിൽ മാത്രം ഒരു നാലാൾ അറിയുന്ന കുറേ ഞരമ്പ് രോഗികളുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നാറികൾക്ക് വേണ്ടി ഈ സൈബർ ബുള്ളി ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ കാരണം ഒരു നാലാൾ അറിഞ്ഞ ഇവന്മാർ തന്നെയാണ് ഇതെന്തെല്ലായ്മ കാണിക്കുന്നത്, ഇവരെ സൈബർ ബുള്ളി ചെയ്യുന്നത്. ഇപ്പോൾ ഈ സംഭവം വിട്ടതിന് ശേഷവും ഇവരെ വെറുതെ വിടുന്നില്ല. നിന്റെ തന്തയ്ക്ക് കൊടുക്കാറുണ്ടോ, അതേ പുള്ളിക്ക് പൊങ്ങണ്ടേ? ഫേക്ക് ഐഡിയാണ്. അതല്ല ഹസ്ബൻഡിന് കമ്പി മരുന്ന് കൊടുത്തിട്ടല്ലേ ശരീരത്തിൽ കാണുന്നില്ല എന്ന് നിസാറാണ് പറയുന്നത്. നിസാറെ, ഓ, നിന്നെ ഉണ്ടാക്കിയ തള്ളയൊക്കെ ഉമ്മയൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഇവള് കൊടുത്ത മരുന്ന് കഴിച്ചവരൊക്കെ പെട്ടിരിക്കുകയാണ്. ഒരിക്കലും ഉപയോഗിച്ചാൽ പിന്നെ അടുത്ത തവണ ഇതിൻ്റെ സാധനം പൊങ്ങില്ല എന്ന് ഉപയോഗിച്ച് വാങ്ങിക്കൊടുക്കരുത്. ഇവർ ഈ സാധനം ഇവളെ കൊണ്ട് കട്ടാസ് എത്തിക്കുന്നത് ഇവിടെ എന്തൊരു കൂടി ഒന്ന് അന്വേഷിക്കണമെന്ന്. അപ്പം ഇവർ ഈ റാഷിദാച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇൻസ്റ്റയിൽ അത്യാവശ്യം ഫേമസ് ആണ്. അപ്പോൾ ഇവർ ഈ സാധനം വിൽക്കുന്നത് നേരായ മാർഗത്തിലല്ല എന്നുള്ള രീതിയിലാണ് ഇയാളുടെ ഈ ഫിറോസ് മുഹമ്മദ് എന്ന് പറഞ്ഞ നല്ല തന്തയ്ക്ക് ജനിച്ചവൻ്റെ ഡയലോഗ്. അപ്പോൾ അവൻ്റെ ആ ഡയലോഗിൽ ഞാൻ പറയുവാണ്, അവരാ സാധനം വിൽക്കുന്നത് ദുബായിലാണ്, ഇന്ത്യയല്ല, കേരളമല്ല. കാശ് കൊടുത്ത് സാമാനം ഇത് ചെയ്യാൻ വേണ്ടി. ഇത് അവിടെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, ഈ പരസ്യത്തിൽ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ഗുണമേന്മ ആ സാധനത്തിലില്ലെങ്കിൽ ആ ദുബായിൽ അനുവദിക്കത്തില്ല. അത് വേറെ ഏത് രാജ്യത്താണെങ്കിലും നമുക്ക് ഇത് പറയാം. ദുബായിൽ ഞാൻ ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ ദുബായിയുടെ രീതികൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇത് പഴയ നമ്മുടെ സ്റ്റാമിന പെട്ടിയല്ലേ, ആണുങ്ങളോട് അണ്ടി പൊക്കാൻ ചുറ്റി നടക്കുന്ന പട്ടി പൊലയാടി, ഫേക്ക് ഐഡിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊന്നുമല്ല, ഒരുപാട് മോശമായിട്ടുണ്ട്. ഇവളുടെ കെട്ടിയവരും മുരിങ്ങക്കായ കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ, സ്റ്റാമിന സവർ കൊടുക്കല്ലേ എന്ന്. ഷമിയും ഇടക്കം ഫാമിലി പേര് വിട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്തിനാടാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? കമ്പി കോഫി കുടിച്ചത് അങ്ങോട്ട് കേൾക്കുന്നില്ലല്ലോ കെട്ടിയോൾക്ക്. സുഡു ആണ്. സ്റ്റാമിന സേവ കഴിച്ചിട്ട് കഴിച്ചതിന് കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിയാസ്. അടുത്ത ഷിഹാബ് ഷബുണ്ണിയുടെ, നിന്റെ മോനാണോ അത്? അതിൻ്റെ ഭാവി ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്, വല്ലാത്ത സങ്കടം തന്നെ. ഈ കമൻ്റൊക്കെ ഇടുന്ന ഇവൻ്റെ ഈ ഷിഹാബിൻ്റെ മക്കളുടെ അവസ്ഥയൊന്നും ആലോചിച്ചു. ഇതേ കണക്കൊരു തന്തയ്ക്ക് ജനിപ്പിച്ചതിന് അവർ പോയി ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഗതികേടാണ്. എന്താണ് ഇതൊക്കെ? അടുത്ത
എന്ത് പേര്, ഇതാണോ നിന്റെ ഉപ്പ? ഉപ്പ മോള് നാട്ടുകാരെ മൊത്തം പൊക്കാൻ നടക്കുക ഉപ്പാന്ന്. നിന്റെ തന്തയാണോ സ്റ്റാമിന സേവ കൊടുത്തു ഉഷാറാക്കിയില്ലല്ലോ മരിയാനും നിന്റെ സാമാനം പൊള്ളിക്കുന്നുണ്ടോ? അക്ഷരത്തെറ്റാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതേപോലുള്ള ഞരമ്പ് രോഗികൾ അവർ ജീവിക്കാൻ വേണ്ടി ദുബായിൽ പോയിട്ട് ഒരു സ്ഥാപനം തുടങ്ങുന്നു. അത് ഈ പറയുന്ന ഒരു ലൈംഗിക ഉത്തേജകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമായിരുന്നു ഈ സ്റ്റാമിന സേവർ കോഫി മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അവർ പ്രൊമോട്ട് ചെയ്തോട്ട് മുന്നോട്ട് വന്നു. പിന്നീട് അവർക്ക് ഭയങ്കരമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് മോശം കുറേ അനുഭവങ്ങൾ ഈ പറയുന്ന ഇതുണ്ടായി എന്ന് പറയുന്നത്. സൈബർ ബുള്ളും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഈ പറയുന്ന ഒരു മതത്തെ കേന്ദ്രീകരിച്ചാണ് ഇവർക്ക് സൈബർ ബുള്ള് ചെയ്യുന്നത്. എന്ത് ചെയ്യാം, ആ മതത്തിൽ ജനിച്ചു പോയ പെൺകുട്ടികൾക്ക് ഒരു ജീവിതമാർഗം അവരെന്തെങ്കിലും ചെയ്ത് ജീവിക്കുക, കക്കാനോ മോട്ടിക്കാനോ പിടിച്ചു പറിക്കാനോ. നമുക്കറിയാം ഈ മതത്തിൽപ്പെട്ടവർ തന്നെ അല്ലെങ്കിൽ പല മതത്തിൽപ്പെട്ടവർ കക്കാനും മുട്ടിക്കാനും ഒക്കെ നടക്കുന്ന അവർക്കൊന്നും ഇത്ര സൈബർ ബുള്ള് കിട്ടുന്നില്ല. ഒരു പെൺകുട്ടി മാന്യമായിട്ടൊരു തൊഴിലെടുക്കാൻ വരുമ്പോൾ ആ തൊഴിൽ ഇറങ്ങുന്നത് ഇവർ ഇതിനു മുമ്പും വേറെയും കുറേ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. ഒരു മാർക്കറ്റിംഗ് ആണ് അവരുടെ ഇത്. ഇപ്പോൾ അവർ തന്നെ ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ അവർക്ക് ഇതേപോലെ ആക്രമണമാണ്. എന്താ പറയുക, സത്യം പറഞ്ഞാൽ എല്ലാ മതത്തിലും ഉണ്ട്. പക്ഷേ ഈ മതത്തിലൊരു കുറച്ച് ഞരമ്പ് രോഗികൾ വളരെ ഇതാണ്. പിന്നെ മതം കുത്തിക്കയറ്റിയിട്ട് പലതും പറയുന്നുണ്ട്. ഇതവരുടെ കുടുംബത്തെ ഞാൻ ഫാമിലിയുടെ ഫോട്ടോ വെക്കുന്നില്ല, കാര്യം കുഞ്ഞുങ്ങൾ സഹിതമുണ്ട്. അവരുടെ കമൻറ്റ് ബോക്സിന് കീഴിൽ വരുന്ന ഞരമ്പ് പിടിച്ച ആൾക്കാരാണ്. ഇവന്മാരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇവന്മാരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഇവന്മാരെയൊക്കെ ചാട്ടവാറിന് കെട്ടിയിട്ടടിക്കണം. അത് കിളവന്മാർ സഹിതം. നിനക്കൊക്കെ ഉളുപ്പിലിടാം, നിൻ്റെയൊക്കെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ വന്നിരുന്ന് കമ്പിക്കഥ പറയാൻ വേണ്ടി. ഇതൊന്നുമല്ല, നമുക്ക് ഇത് വായിക്കാൻ പറ്റാത്ത കേട്ടാൽ അരയ്ക്കുന്ന വാക്കുകൾ പോലും മകളുടെ ഇതിൽ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, വന്നിരുന്ന് കമൻറ്റ് ചെയ്യുന്നതാണ്. മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് കേട്ടാൽ അരയ്ക്കുന്ന രീതിയിൽ ലൈംഗിക ചുവയോടെ സംസാരിക്കുന്ന ഒരുപാടുണ്ട്. ഞാൻ ഉദാഹരണത്തിന് കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്താ പറയുക ഇവന്മാരെയൊക്കെ. സോ ഇതിനെപ്പറ്റി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെയൊക്കെ ഫാമിലിയിൽപ്പെട്ട ഒരാളെയാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ അവർ സ്റ്റാമിന സേവർ വിറ്റു എന്നുള്ളൊരു തെറ്റല്ലേ ഉള്ളൂ. അവർ ഈ പറയുമ്പോൾ കോണ്ടം വിൽക്കുന്നവരെ പോലും ഇത്രയും വലിയ ശല്യം ആരും ചെയ്യുന്നില്ല. ആ സ്ത്രീ ജീവിക്കാൻ വേണ്ടി UAE ഒരു ബിസിനസ് തുടങ്ങി അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഉപദ്രവിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ നിൻ്റെയൊക്കെ ശല്യം കാരണം അത് നിർത്തി, എന്നിട്ടും അതിനൊരു സമാധാനമുണ്ട്. സോ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.